ഇന്ന് സെൻറ്റ് തോമസ് എന്ന് പറയുന്നത് അത്രമേലൊരു എന്താ പറയേണ്ട ഒരു സ്ട്രോങ് ബിലീഫാണ്. അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഞാൻ പറയാം, 6 സെൻറ്റ് തോമസസ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പിയുണ്ട്. TK ജോസഫ് എന്നാണ് അത് എഴുതിയ ആളുടെ പേര്. അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയുടെ കാര്യത്തിൽ വളരെ ആവേശമായിട്ട് നിൽക്കുന്ന ആളായിരുന്നു. കേരള സൊസൈറ്റി പേപ്പേഴ്സ് എഴുതിയ ആളാണ്. പക്ഷേ ആ 6 സെൻറ്റ് തോമസസ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം മുഴുവൻ കിട്ടാവുന്ന മുഴുവൻ വാങ്ങിച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ആ പുസ്തകത്തിനകത്ത് സെൻറ്റ് തോമസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ തെറ്റ്. അദ്ദേഹം മറ്റ് പല കാര്യങ്ങളിലും ക്രിസ്ത്യാനിറ്റിയുടെ ചാമ്പ്യനാണ്. പക്ഷേ അത്രമേൽ ഇത് പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. അങ്ങനെ ആയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അവർ അക്കാര്യം എനിക്ക് അന്ന് പക്ഷേ ഈ പുസ്തകം എഴുതിയതിന് എനിക്ക് ഒരു പ്രശ്നവും വന്നില്ല. ഞാൻ ദേവസഹായം പിള്ളയുടെ പറ്റിയും എഗൻസ്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് അപ്രിയ നിരീക്ഷണങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ആദ്യമായിട്ട് വരുന്നത് ചിത്ര തിരുനാളിനെ പറ്റി പുസ്തകം എഴുതിയപ്പോഴാണ് വന്നത്. ഒന്നുമില്ല സാർ, ഇതുവഴി പോകുമ്പോൾ ഒരു കാറ് വന്ന് ഇടിക്കുമെന്ന് പറഞ്ഞു. ഒരു വീഡിയോഗ്രാഫറായിട്ടാണ് അയാൾ അവതരിച്ചത്. പിന്നെ പറഞ്ഞു, സാർ തിരുവനന്തപുരത്തല്ലേ ജീവിക്കുന്നത്, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് ഓർമ്മ വേണ്ടേ എന്ന് പറഞ്ഞു. ഇത്ര ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ അപ്പം തന്നെ ഒരു കേസ് കൊടുത്തു. പോലീസ് ഫയൽ ചെയ്തു. ആ കേസ് ഫയൽ ചെയ്യാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. ഞാൻ ആരാണ് ഇതിൻ്റെ പ്രേരണയെന്നോ ഒന്നും എനിക്കറിഞ്ഞുകൂടാ. ആ വീഡിയോഗ്രാഫറുടെ പേര് ഞാൻ കണ്ടുപിടിച്ചു. നോക്കിയപ്പോൾ അയാൾക്കെതിരായിട്ട് ഒരുപാട് കേസുകളൊക്കെ ഉണ്ട്. നമ്മുടെ സോജി മോൻ തന്നെ സോജി മോനെതിരായിട്ട് അയാളൊരു വീഡിയോ ചെയ്തു. അത് കേസാണ്. പല കേസുകളിലും ഉള്ള ആളാണ്. രാഗം രാധാകൃഷ്ണൻ എന്നാണ് പേര്. ആ പേര് ഞാൻ കണ്ടുപിടിച്ചു. പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും കണ്ടുപിടിച്ചു. അയാൾക്കെതിരായിട്ട് ഞാൻ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തു. പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. കേസ് രജിസ്റ്റർ ചെയ്തു. കുറച്ച് വൈകിട്ടാണെങ്കിലും. സാർ, മറ്റു ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. നേരത്തെ ചോദിച്ചാൽ ഒരു സംശയം, ഈ സെൻറ്റ് തോമസ് വന്നു എന്ന് പറയുന്നത് ഒരു ബിലീഫിനപ്പുറത്ത് ഇതിലൊരു സോഷ്യൽ റീസൺ കൂടെയുണ്ട്. കാരണം ഇതൊരു ബ്രാഹ്മണ കുടുംബമാണ്, നമ്പൂതിരി കുടുംബമാണ് കൺവെർട്ട് ചെയ്തതെന്ന് പറയുന്നതിലൂടെ കിട്ടുന്ന ഒരു അപ്പർ സോഷ്യൽ അത് ആ സോഫിസ്റ്റിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അന്ന് കേരളത്തിൽ ഈ പറയുന്ന 1-ാം നൂറ്റാണ്ടിൽ ബ്രാഹ്മണരില്ല. ബ്രാഹ്മണരെ ഇല്ല എന്ന് പറയാനൊക്കെയില്ല, ഒരു ഫോഴ്സ് ആയിരുന്നില്ല. നമുക്കറിയാം 8th സെഞ്ച്വറിയോട് കൂടിയാണ് ബ്രാഹ്മണർ കേരളത്തിലൊരു ഫോഴ്സ് ആകുന്നത്. ഞാൻ അതെല്ലാം ലേഖനത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പിന്നെ നേരത്തെ പറഞ്ഞതിൽ മറ്റൊരു സംശയം, ഈ മതിലകം ഡോക്യുമെന്റ്സിൽ ശരിക്കും പ്രതിപാദിക്കുന്നത് എന്താണ് അതിന്റെ അവിടുത്തെ ടെമ്പിൾ റിച്വൽസ് ആണ്. ടെമ്പിളിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ പറ്റിയും അവരുടെ സ്റ്റോറി. അത് പിന്നെ ഒരു ലെജൻഡാണ്, അത് ഹിസ്റ്ററി അല്ല. അതിൻ്റെ പ്രത്യേകത ഇടയ്ക്കിടയ്ക്ക് പക്ഷേ പൊളിറ്റിക്കൽ ഹിസ്റ്ററി വരും. കാരണം ടെമ്പിളാണെന്ന് റൂളർ, ക്ഷേത്രമെന്ന് ഭരണാധികാരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തെ എല്ലാം അറിയിക്കണം. കപ്പം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷേത്രത്തെ അറിയിക്കണം. ബി നിലവറയിൽ നിന്നാണ് ഒരു തവണ തുക എടുത്ത് കപ്പത്തിന് കൊടുക്കുന്നത്. ബി നിലവറ തുറന്നിട്ടില്ല എന്നിപ്പോൾ പറയുന്നല്ലോ. 10 ലക്ഷം രൂപ, ഒരു തവണ 5 ലക്ഷം രൂപ, മാധവറാവുവിൻ്റെ കാലത്ത് 5 ലക്ഷം രൂപ, രാജാ കേശവദാസിൻ്റെ കാലത്ത് 10 ലക്ഷം രൂപ അതെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തുറന്നിട്ടില്ല എന്ന് പറയുന്നത് പണ്ട് മുതലേ തുറന്നിട്ടുണ്ട്. അത് തന്നെയാണ് അടുത്ത ചോദ്യം. ഈ പത്മനാഭദാസൻ എന്നത് ഒരു കവറായിരുന്നു ശരിക്കും ട്രാവൻകൂർ റോയൽ ഫാമിലി. അതിനകത്ത് ഭക്തിയുമുണ്ട്, പോളിറ്റിക്സും ഉണ്ട്. അല്ല സാർ, ഇതിപ്പം ഇതിനകത്തുള്ള ധനം അത് അർപ്പിച്ചതാണ്, അവർ പിന്നീട് എടുക്കത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഭഗവാനെ സമർപ്പിച്ചതാണ്. എടുത്തതല്ലേ ഈ പറയുന്ന കപ്പം കൊടുക്കാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത്. അപ്പം അതൊരു ട്രഷറി ആയിട്ട് മാത്രമാണ്. അത് ട്രഷറി എന്നല്ല, അത് അടയ്ക്കണമെന്നാണ് വ്യവസ്ഥ. അതുപോലെ തന്നെ രാജാ രവിവർമ്മയ്ക്ക് പടം വരയ്ക്കാനായിട്ട് പണം കടം കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് എടുത്തിട്ട്. അതിന്റെ പൊളിറ്റിക്സ് എന്താണ്? പോളിറ്റിക്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അന്ന് മിച്ച ബഡ്ജറ്റ് ഇല്ല, അന്ന് കമ്മി ബഡ്ജറ്റ് ഇല്ല. അന്ന് ബഡ്ജറ്റ് എന്ന് പറയുന്നത് മുഴുവൻ ചിലവാകുകയില്ല. അന്ന് ബഡ്ജറ്റല്ല, ഒരു
നികുതി പിരിച്ച മുഴുവൻ എമൗണ്ടും ഒരു വർഷം ചിലവാകണമെന്നില്ല. അങ്ങനെ മുഴുവൻ ചിലവാകാത്ത തുക ഈ ഭണ്ഡാരത്തിൽ പോകും. അല്ലാതെ രാജാക്കന്മാരുടെ കാണിക്ക മാത്രമല്ല, സ്റ്റേറ്റിൻ്റെ റവന്യൂ ഇതിനകത്ത് പോകും. അത് മാത്രമാണോ അതോ ഈ ട്യൂട്ടൽ പിള്ളമാരുടെ കാര്യം പറഞ്ഞ പോലെ ഈ ഉള്ളിൽ നിന്നുള്ള ശത്രുവിനെ നേരിടാനുള്ള ഒരു തന്ത്രമാണോ? അതെ, ഇതിനകത്തൊക്കെ തന്ത്രം എന്നല്ല, പോളിറ്റിക്സ് ഉണ്ട്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. മാർത്താണ്ഡവർമ്മ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൂരനായിരുന്നു. ഇദ്ദേഹത്തിന്റെ പല ആക്ടും വളരെ ഹീറോയിക് ആയിട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് ഇപ്പോൾ സ്ത്രീകളെ തുറകയറ്റിന്ന് വരുന്നത് വലിയ കാര്യമായാണ് പറയുന്നത്. അല്ല, അതാരും വലിയ കാര്യമായി പറയുന്നില്ല, പറയാൻ പറ്റുകയില്ല. ഒരു തെറ്റും ചെയ്യാത്ത ആളുകൾ, വാവിട്ട് നിലവിളിക്കുന്ന അലമുറയിടുന്ന ആളുകളെ അവരെ ഇങ്ങനെ എന്താണ് എഴുതിയിരിക്കുന്നതെന്നറിയാമോ? രാജ്യകാര്യ ചുരുണയിൽ അവരെ കയ്യാളിച്ച ശേഷം മുക്കുവർക്ക് കൊടുത്തു. കയ്യാളിക്കുക എന്ന് വെച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം അറിയാമോ? കൈകാര്യം ചെയ്യുക എന്ന് വെച്ചാൽ റേപ്പ് ചെയ്യുക. ഇതിലുള്ളൊരു പ്രശ്നം, നമ്മൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നിട്ട് നമ്മളൊരു 200-300 വർഷം മുന്നേ ഉള്ള ആളുകളെയും അന്ന് നടന്ന കാര്യങ്ങളെയും ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹിസ്റ്റോറിയൻ ഇതിനകത്ത് നമ്മൾ സങ്കടപ്പെടുകയോ ആവേശം കൊള്ളുകയോ അതിനകത്ത് പകരം വീട്ടണമെന്നുള്ള, ഞാനിതൊന്നും ചെയ്തിട്ടില്ലല്ലോ. എൻ്റെ പുസ്തകത്തിൽ ഇതിന് പകരം വീട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? മാർത്താണ്ഡവർമ്മയുടെ ഒരു പ്രതിമ ഇവിടെ തിരുവനന്തപുരത്ത് ഇല്ലാത്തതിൽ എനിക്ക് വാസ്തവത്തിൽ വിഷമമുണ്ട്. അപ്പോഴും ഞാൻ ധാർമ്മിക രോഷമൊന്നും കൊണ്ടിട്ടില്ല. റീസെന്റ് കേരള ഹിസ്റ്ററി അല്ല, കുറച്ചുകൂടെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? 2-3 തിയറികളുള്ളത് കൊണ്ടാണ്. ക്രിസ്ത്യാനിറ്റി വാസ്തവത്തിൽ അവരുടെ ആ ഒരു ഫെയ്ത്തിൻ്റെ ഒരു വിജയം അതിനകത്ത് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഒരു ട്രേഡ് എങ്ങനെയാണ് പോളിറ്റിക്സിൽ ഉപയോഗിക്കേണ്ടതെന്ന് കേരളീയരെ പഠിപ്പിച്ചത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. നേരത്തെ ബുദ്ധമതക്കാർ അല്ലെങ്കിൽ ജൈനമതക്കാർ ചെട്ടികൾ, ശ്രേഷ്ഠികൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ നമുക്ക് അവരെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഒരു ട്രേഡിൽ കൂടി എങ്ങനെയാണ് പോളിറ്റിക്സിലേക്ക് ഇടപെടേണ്ടത്. അല്ല, എങ്ങനെയാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ്? അതിനകത്ത് സെൻറ്റ് തോമസിൻ്റെ കഥയാണ് അവർ അഭിമാനത്തോടെ പറയുന്നത്. ഞാനിതിനകത്ത് കുറച്ച് വ്യത്യാസമായിട്ട് അവിടെയും എഴുതിയ ആളാണ്. സെൻറ്റ് തോമസ് ഒരു പോർച്ചുഗീസുകാരെ കൊണ്ടുവന്ന ഒരു മിത്താണ്. ഇവിടെ പല തോമസ്മാർ വന്നിട്ടുണ്ട്, അതിൽ പല വിശുദ്ധന്മാരുണ്ട്. ക്നായിത്തൊമ്മൻ വന്നു എന്നുള്ളത് തീർച്ചയാണ്. മറ്റേ സെൻറ്റ് തോമസ് വന്നു എന്നുള്ളതിന് തെളിവില്ല. ഞാനങ്ങനെ പറയുമ്പോൾ അത് എനിക്ക് വഴികാട്ടിയായിട്ടുള്ളത് TK ജോസഫാണ്. എന്തായാലും ക്രിസ്ത്യാനിറ്റി ഒരു 5-ാം നൂറ്റാണ്ട് മുതൽ വളരെ ശക്തമായിട്ട്, അല്ലെങ്കിലും ഇവിടുത്തെ ഒരു കേരള സൊസൈറ്റിയിൽ അവരുടെ സാന്നിധ്യമുണ്ട്. ചിലപ്പോൾ ഒരു 3rd സെഞ്ച്വറി തൊട്ടുണ്ടാവാം, അറിഞ്ഞുകൂടാ. ബ്രിട്ടീഷുകാരുടെ ഒരു പേട്രണേജ് ഒരു വലിയ റീസൺ അല്ലേ ഇവരുടെ? ബ്രിട്ടീഷുകാർക്ക് മുമ്പ് പോർച്ചുഗീസുകാരാണ് അവരെ പേട്രണൈസ് ചെയ്തതും അവരെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ളൊരു അവർക്കൊരു സ്ട്രെങ്ത് കൊടുത്തതും പോർച്ചുഗീസുകാരാണ്. അതിൽ കാത്തലിക്സിനെയാണ് അവർ പ്രൊമോട്ട് ചെയ്തത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആവട്ടെ പ്രൊമോട്ട് ചെയ്തത് പ്രൊട്ടസ്റ്റൻസിനെയാണ്, പുത്തൻകൂറ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസിനെയുമാണ്. ഈ പോർച്ചുഗീസുകാരുടെ ഭയങ്കര ക്രൂരമായ കഥകൾ കേൾക്കാറുണ്ട്, അവരുടെ ഫോഴ്സ്ഡ് കൺവേർഷൻസിനെ പറ്റിയിട്ടൊക്കെ. ക്രൂസിഫിക്സേഷൻ എന്ന് പറയുന്ന നിർബന്ധ മതപരിവർത്തനം എന്ന് പറയുന്നത് ഗോവയിലുണ്ടായിരുന്നു. ഈ ഇൻക്വിസിഷൻ കൊച്ചിയിൽ ഇൻക്വിസിഷന് ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. അതുപോലെ വേറൊരു തിയറി പറയുന്നത്, അതായത് താഴ്ന്ന ജാതിക്കാര് അവര് റെസ്പെക്റ്റിന് വേണ്ടി, അതായത് വൈറ്റ് മെൻസ് റിലിജൻ ആണ് സിവിലൈസ്ഡ് റിലിജൻ ആയതുകൊണ്ട് അവർ വളരെ ശരിയാണ്, വളരെ ശരിയാണ്. നമ്മുടെ നാട്ടിൽ റോഡിൽ കൂടെ നടക്കാൻ വയ്യ, മാന്യമായിട്ട് വേഷം ധരിക്കാൻ സമ്മതിക്കുന്നില്ല, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. തമാശ നമുക്കറിയില്ലേ, പോർച്ചുഗീസുകാരനായിട്ടുള്ള കബ്രോള് നോക്കിയപ്പോൾ സാമൂതിരിയുടെ സൈന്യത്തിനെ, കൊച്ചിയിലെ സൈന്യത്തിനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവർ ഇങ്ങനെ വിജിഗീഷുക്കളായിട്ട് വിക്ടോറിയസ് ആയിട്ട് പോകുന്ന ഉടനെ പാടത്ത് പണിയെടുക്കുന്ന കുറേ കൃഷിക്കാർ അവരുടെ പണിയായുധങ്ങൾ ഉപയോഗിച്ച് ഇവരെ അടിച്ചു ഓടിച്ചു. അപ്പോൾ കബ്രാൾ പറഞ്ഞു ഇവരെ ആർമിയിൽ റിക്രൂട്ട് ചെയ്യണം. അപ്പോൾ കൊച്ചിയുടെ മന്ത്രി പറഞ്ഞു പൊലയന്മാരാണ്, അതുകൊണ്ട് അവരെ ആർമിയിൽ റിക്രൂട്ട് ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അയാൾ ചോദിച്ചു ഇതെന്തൊരു രാജ്യം? എന്നാൽ അതേ സമയത്ത് ആ സമയത്ത് തിരുവിതാംകൂറിൽ ചാന്നാർപ്പടയൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടെന്ന് പറയുമ്പോഴും അവരെ മെയിൻ ഫോഴ്സ് അല്ല.
ഒരു ഒരു എമർജൻസി വരുമ്പോൾ ചാന്നാന്മാരെ റിക്രൂട്ട് ചെയ്തിരുന്നു. ഒരു എമർജൻസി വരുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ടെലികമ്മ്യൂണിക്കേഷൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് പോലെ ഈ മെയിൻ ആർമിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവരെ കൂടെ ഉപയോഗിച്ചിരുന്നു. മെയിൻ ആർമി എന്ന് പറയുന്നത് നായർ ഫോഴ്സായിരുന്നു. ഈയിടെ ചേകവന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്. വേലുത്തമ്പിയുടെ റൈറ്റിനകത്ത് റിബല്യനകത്ത് ഈഴവർ പങ്കെടുക്കുന്നുണ്ട്. ഒരു നാഗമണി നാടാരെ പറ്റി പറയുന്നുണ്ട് വേലുത്തമ്പിയുടെ റിബല്യനിൽ. അതൊക്കെ ഒരു എമർജൻസിക്ക് റിക്രൂട്ട് ചെയ്യുന്നതാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തിൽ മാർത്താണ്ഡവർമ്മയുടെ ഇതിനകത്തും ഈ പറഞ്ഞ പോലെ ജാതിയുടെ ഒരു വിവേചനമില്ലാണ്ട് അദ്ദേഹം മറവപ്പട എന്ന് പറയുന്നവർ തന്നെ മറവരും കള്ളരും കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളല്ലേ. ടിപ്പുവിന്റെ മറ്റേ തോൽവിയില് അവിടെയും ചിലരൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പറയുന്നുണ്ട്. സം പീപ്പിൾ സേ ദാറ്റ് ഹി വാസ് നോട്ട് എക്സാക്ട്ലി ഡിഫീറ്റഡ്, പക്ഷേ സർട്ടൻ എൻവയൺമെന്റൽ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം പിൻവാങ്ങിയതാണ്. ശരിയാണ്, അദ്ദേഹം പിൻവാങ്ങി എന്ന് പറയുന്നതിനകത്ത് ആണ് സത്യം. ആ പിൻവാങ്ങി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അഭിമാനത്തിന് വേണ്ടി അദ്ദേഹത്തെ തോൽപ്പിച്ചു എന്ന് പറയുന്നതും ശരിയാണ്. ഒരു തവണ തോൽപ്പിച്ചു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ നെടുങ്കോട്ട ബ്രീച്ച് ചെയ്തു. നെടുങ്കോട്ട ബ്രീച്ച് ചെയ്തിട്ട് അദ്ദേഹവും സൈന്യവും കൊടുങ്ങല്ലൂർ കോട്ട ക്യാപ്ചർ ചെയ്തു. കൊടുങ്ങല്ലൂർ കോട്ട ക്യാപ്ചർ ചെയ്തിട്ട് അദ്ദേഹം ആലുവ പെരുമ്പാവൂർ വഴി ആലുവ പുഴ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് മൺസൂൺ വന്നു. മൺസൂൺ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അദ്ദേഹത്തിന് ഒരു അലാമിങ് സിറ്റുവേഷൻ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം വിഡ്രോ ചെയ്തു. പുഴയിൽ വെള്ളം തുറന്നു വിട്ടു. അപ്പോൾ പുഴയിൽ വെള്ളം തുറന്നു വിട്ടതും അത് CV രാമപിള്ള എഴുതിയതാണ്. പക്ഷെ ഒരു പോസിബിലിറ്റി അതുണ്ട്. നമുക്കവിടെ അന്ന് ഭൂതത്താൻകെട്ട് എന്ന് പറയുന്ന ഒരു അണക്കെട്ടുണ്ടായിരുന്നു, തുറന്നു വിട്ടിരിക്കാം. ഏതായാലും ഒരു കാര്യം തീർച്ചയാണ്, നമ്പൂതിരി ബ്രാഹ്മണർ പറയുന്നത് യാഗം ചെയ്തുകൊണ്ട് മഴ പെയ്തിട്ടാണെന്നാണ്. അതുമാത്രം നല്ലൊരു കഥയായിട്ട് നമുക്ക് സ്വീകരിക്കാം.